ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗപ്പി അല്ലേ? നമ്മുടെ കുറച്ച് ഗപ്പി ഉണ്ട്, അമ്മ വളർത്തുന്ന ഗപ്പിയാണ്. അതുപോലെ തന്നെ കുറച്ച് മുഷു, കുറച്ച് ഇന്നലെ പുതിയ വാങ്ങിയതാണ്. അപ്പോൾ അതിന് നമുക്ക് കൂട് മാറ്റണം അല്ലേ? അപ്പോൾ ഗപ്പിനെ എടുത്തിട്ട് ഇതിപ്പോൾ ഗപ്പിയാണുള്ളത്. ഈ ഗപ്പിനെ എടുത്തിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലിടുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ മുഷു, കാണിച്ചു കൊടുക്കല്ലേ? ഇതാ ഒരു 10ഓളം മുഷു ഉണ്ട്. അപ്പോൾ ഈ മുഷുവിന് നമുക്ക് അതിലേക്ക് ആ പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് തുടങ്ങുന്നത്. പിന്നെ മുഷു ഇല്ല, ഇന്നലെ വാങ്ങിയതാണ്. ഇന്നലെ പിന്നെ ഈ പാത്രത്തിൽ തൽക്കാലം ഇട്ട് ഞാൻ പറഞ്ഞ ഏതായാലും നല്ലൊരു വൃത്തിയുള്ള ഒരു ഓടിക്കളിക്കേണ്ടതല്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സൗകര്യത്തിൽ അമേസിംഗ് പാർക്കും കുറെ പാർക്കുകളുണ്ട്. അത് മാത്രമല്ല നമ്മള് പിന്നെ മുന്നേ നമ്മള് ഇവിടെ ഇത്രയും നീട്ടത്തിലുള്ള നല്ലൊരു കുളം ഉണ്ടാക്കി. അപ്പൊ അതില് ഒരു 50ഓളം മുഷുവിനെ വളർത്തിയതാണ്. ലാസ്റ്റ് നമ്മളൊരു ദിവസം ഒരു സ്ഥലത്ത് പോയി വരുമ്പോഴത്തേക്ക് ആരോ വന്നിട്ട് സോപ്പ് പൊടി കലക്കിയിട്ടെല്ലാം ചത്തുപോയി. അപ്പൊ അതിനുശേഷം പിന്നെ അത് നിർത്തിയതാണ്. അപ്പൊ രണ്ടാമത് ഇവനക്കൊരാഗ്രഹം അതൊന്നും കൂടെ ചെയ്യണമെന്ന്. അപ്പൊ തൽക്കാലം ഇതിൽ തുടങ്ങാം, എന്നിട്ട് നമുക്ക് നല്ലൊരു സ്വന്തം പൈസക്ക് വാങ്ങിയതാണ്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് ഉഷാറാട്ടെ, എന്നിട്ടാകുമ്പോ നല്ല കുളം തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക്. അപ്പൊ കൊറേ ഗപ്പികളുണ്ട് ഇപ്പൊ അല്ലേ? ഇതിൽ കാണാനുണ്ട്, മൊത്തം ഇരുടാണ്, കുട്ടികളാണ്. ഇരുട്ടല്ല, ഷീറ്റ്. അല്ല അത് മാത്രല്ല, വലിയ വലിയ ഇതുണ്ടായിരുന്നു അല്ലേ? ഗപ്പിയല്ലേ? ഗപ്പി വലുതുണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. എന്താ പറഞ്ഞാൽ നമ്മൾ എവിടെയും പോയി വരുമ്പോഴത്തേക്ക് ആരോ നമുക്ക് പണി തരുന്നുണ്ട്. അതിന് സോപ്പ് വെള്ളം കലക്കിയിട്ട് ഇതിനെ കൊന്നു കളയുന്നുണ്ട്. പിന്നെ ആർക്കും കൊടുക്കാതിരുന്നടാ, മീൻ ഗപ്പിന് ചോദിച്ചായിരിക്കും കൊടുക്കാതിരുന്ന. പിന്നെ ഞാൻ കൊടുക്കാൻ പിന്നെ എങ്ങനെയാ അത് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? നീയാണോ? അല്ല ഉറപ്പാ? ഇവരും അല്ല. ഇവിടെ വെച്ച കുളം കണ്ടിട്ടില്ല? നല്ല ഒരുപാട് ഇങ്ങനെ വലിയ കുളം വെച്ചിട്ടില്ല നമ്മള്. ജീപ്പാ ഇപ്പൊ പെരുന്നാളല്ലേ, പെരുന്നാളിന് നമ്മള് പ്രത്യേകിച്ച് പേടി പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് നിൽക്കാന്ന്. അപ്പൊ അതുവരെ ഇവരുടെ മുന്നിൽ നമ്മൾ ഒന്ന് വട്ടം കറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പരിപാടിക്ക് നിന്നത് അല്ലേ? അടുത്ത സെറ്റാക്കിയിട്ടുള്ള പരിപാടി നമ്മൾ നടത്തണ്ടേ? ഓക്കെ അല്ലേ? അപ്പൊ ഏതായാലും ഇതൊന്ന് വൃത്തിയാക്കാം നമുക്ക്. അപ്പൊ നമ്മളെ കാക്ക കൊത്തി മറിച്ചിട്ട് രണ്ട് സ്റ്റീൽ ഗ്ലാസ്. പക്ഷേ ഒരുപാടുണ്ട് മീനല്ലേ? ഇത് കുട്ടികളാണ്, വലുത് കൊറേ ഉണ്ട്. ഞാൻ നോക്കലില്ല ഇപ്പൊ. വലുതെല്ലാം എന്താക്കി? വലുതപ്പുറത്തുണ്ട്. നിങ്ങളത് കോരി ഞാൻ കാണിച്ചിട്ട് തരാം. ഓക്കെ, ഇതാണ് ഇയാത്താണ് ഇതിന്റെ തള്ളയിലുള്ള അല്ലേ? വലിയ മീനുകളെല്ലാം. പിന്നെ കൊറേ കുഞ്ഞു കുട്ടികളുണ്ട് പ്രസവിച്ച. അന്ന് ഞാൻ ഇപ്പൊ നോക്കലില്ല. പിന്നെ എല്ലാം ഇതിന്റെ അടിയിലുള്ള. പിന്നെ വേറെ ഒന്ന് വെച്ചാല് ഇതാണ്. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ആ സൈഡില് കാണിച്ചുതരാം. എന്താ, അതാണ് വേറെ ഉള്ളത്. ഇപ്പൊ ആ പകുതിയോളം കോരി. പിന്നെ എത്ര ഉണ്ട്? മീനുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. അടിയത്തെ കൊറേ ചളിയലുണ്ട്. ഇത് ഇവിടെ ഉണ്ട്. അവിടെ അങ്ങനെ നമ്മുടെ പാത്രമൊക്കെ ഇതാ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 50 ലിറ്ററിൻ്റെ ക്യാനോ അത് നമ്മൾ കട്ടാക്കി അങ്ങനെ ഇതിൽ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മുഷു ഉണ്ട്, ഈ കാണുന്നുണ്ടോ? ഈ മുഷു നമ്മൾ ഇതിലേക്ക് ഇടുക. ഓക്കെ, ഏതാണ് സംഭവം? ഞാൻ ഉഷാറായിട്ട് അതിൽ നിന്ന് വളരട്ടെ. ചെറുതാണ്, ഇപ്പൊ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ അല്ലേ? അതെ അതെ.
ഇനി ഇതായാലും വലുതായി വരട്ടെ. ഇപ്പോൾ വലുതായിരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് പരമാവധി ഇതിൽ വെള്ളം ഒഴിക്കണം. ഒരു ഇത്രയും വെള്ളം വേണ്ടേ? ആ, ബാക്കി നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെള്ളം നിറക്കാം. പിന്നെ നമ്മളെ ഗപ്പീനെ ഇതിലേക്ക് ഇടണ്ട. അതിന്റെ ഇപ്പൊ ഒന്ന് വൃത്തിയാക്കണേ. ആ, ഗപ്പി കുട്ടിനെ ഒന്ന് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇടാൻ പറ്റും. നമുക്ക് ഇതിനകത്തുള്ള മീനിനെ അതിനകത്ത് കിട്ടാം. അല്ലാതെ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് കുറേ ആയി. എപ്പോൾ മാറ്റിയതാണ്? 2 മാസമായിട്ടായി. അയ്യത്തിട്ടാണ് ചേച്ചു. അത് കച്ചറ വെള്ളമല്ല. ഏത് എന്നിട്ട് ബുദ്ധി പോയാ? അതിത് കുട്ടികളാ വലുതായത് ഇപ്പൊ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മീനിന്റെ പരിപാടികൾ ഇവിടെ നിർത്താൻ പോവാം. കാരണം ഈ 3 പാത്രത്തിലാക്കിയിട്ടാണ് ഉള്ളത്. ഇതിൽ മുഷു, ഇതിൽ ഗപ്പി കുട്ടിയാണ്, ഇതിൽ ഗപ്പി കുറച്ച് വലിപ്പമുള്ളത്. നേരത്തെ കാണിച്ചു തരാൻ വന്നത്, പക്ഷെ കണ്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ടേനു, അതൊക്കെ ചത്തുപോയി. അപ്പോൾ അതിനുശേഷം കുറച്ചുള്ളതാണ് രണ്ടാമതായി വരുന്നതാണ്. ഇതണ്ട, ഇതാണ് കുട്ടികൾ. കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ വൃത്തിയാക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ അത്രയും അല്ല, ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ വലുത്. പക്ഷെ കുറെ വിറ്റ് വലുത് കുറച്ച് വിറ്റ്, ബാക്കി കുറെ ചത്തുപോയി. അപ്പോൾ പിന്നെ കുറെ ഉസ്മാന്മാര് ഇത് എടുക്കുന്നുണ്ട്, മടിയന്മാര് കടന്നുറങ്ങലാണ്. ഇതിന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഇവന് കപ്പിനെ നന്നാക്കി എടുത്തിട്ട് നോക്കുമ്പോ ഇവൻ കുളിച്ചല്ലേ, ഡ്രസ്സ് മാറണ്ടോ? അപ്പൊ കുഞ്ഞുങ്ങളുടെ അല്ലേ, നമ്മുടെ കുട്ടികളെ സന്തോഷമല്ലേ വലുത്. ആഗ്രഹങ്ങളല്ലേ. അതെ, അതുകൊണ്ടാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ അല്ലേ. ഇങ്ങനത്തെ വീഡിയോകൾ കാണണമെങ്കിൽ വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത് വരാം. അപ്പൊ ഇവരെ ഒരു സന്തോഷം നമ്മൾ അതിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഇതാണ് മുഷുവിൻ്റെ തീറ്റ. വിശക്കുന്നുണ്ടാവും, കുറച്ച് ഇട്ട് കൊടുക്കല്ലേ അല്ലേ? കുറച്ച് വരാം ഇട്ടോ, ഒന്ന് തന്നെ പറയണമെന്നു. മതി മതി മതി. ഇതാണ് ഗപ്പികൾക്കുള്ള തീറ്റ. അതിനെ ഭയങ്കര നോക്കലാന്നല്ലേ. അതിനിട്ടെടുത്താ അപ്പൊ ഓക്കെ. പിന്നെ അത് മാത്രല്ല, നമ്മള് എന്താ പറയാ, ഗപ്പി ഇല്ലേ, അല്ല ഇതില്ലേ പിലോപ്പി അല്ലേ, പിലോപ്പിന്റെ ഒരു ചെറിയൊരു കുളമുണ്ട്, ഫിഷ് ടാങ്ക് ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പൊ കുറച്ച് വലിപ്പമായിട്ടുണ്ട്. അത് ചെറുതിലേ എടുക്കണം എന്ന് വിചാരിച്ചാ, പക്ഷെ സമയം കിട്ടിയില്ല. ഓക്കെ, പിന്നെ അപ്പൊ എന്താ എല്ലാവരും ബൈ പറയാം അല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.